അതിനുശേഷം ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു ഡൈപോളിന്റെ. അതേപോലെ തന്നെ ഇക്വറ്റോറിയൽ ലൈനിലെ ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു. ഈ ആക്സിയലിന്റെയും ഈ ഇക്വറ്റോറിയൽ റേഷ്യോ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമ്മുടെ ഒരു ഡൈപോൾ ഉണ്ട്, ആ ഡൈപോൾ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകണം, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓൾറെഡി പറഞ്ഞിട്ട് എന്താണ്, ഈക്വലി സ്പേസ്ഡ് പാരലൽ ലൈൻസ്. അപ്പൊ ഈക്വലി സ്പേസ്ഡ് പാരലൽ ലൈൻസ്, ഇതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ശരിയല്ലേ? അപ്പൊ ഇതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ശരിയല്ലേ? ഇലക്ട്രിക്കൽ ഡയറക്ഷൻ നമുക്ക് എപ്പോഴും അറിയാം, എവിടെ നിന്നോട്ടേക്കാണ്, പ്ലസിൽ നിന്ന് മൈനസ് ആയിരിക്കും. സ്വാഭാവികം ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ മൈനസ് ആയിരിക്കും. കാരണം ഇലക്ട്രിക് ഫീൽഡ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം പോസിറ്റീവ് ചാർജ് ഗോയിങ് ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ്. പിന്നെ അത് ഈക്വലി സ്പേസ്ഡ് ആവുമ്പോഴാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അകത്ത് ഞാനൊരു ഡൈപോൾ വെക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അകത്ത് ഞാൻ എന്ത് വെക്കാൻ വേണ്ടി പോകണം, ഡൈപോൾ. ഡൈപോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതാണ് സാധാരണ ഡൈപോൾ. ഒരു ഡൈപോൾ ഞാൻ വെച്ചിട്ടാണ് ഡൈപോൾ ഞാൻ എങ്ങനെയാണെന്ന് വെക്കാം, പാരലായിട്ട് വെക്കാം, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കാം. അപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചു. അപ്പൊ ഈ ചാർജ് ഞാൻ മൈനസ് ക്യൂ കൊടുത്തു, ഈ ചാർജ് ഞാൻ പ്ലസ് ക്യൂ കൊടുത്തു. പിന്നെ ഇവിടെ നിന്നോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം 2a. പിന്നെ ഡൈപോൾ വരുന്ന ഡയറക്ഷൻ p ന്ന് q ലേക്ക്. ശരിയല്ലേ? അപ്പോ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അകത്ത് ഞാനൊരു ഡൈപോൾ വെച്ചു. ഡൈപോൾ എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ പ്ലസ് ക്യൂ, സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് 2a. പിന്നെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് മൈനസ് പ്ലസിലേക്ക്. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം സാധാരണ ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പഠിച്ചത് E is nothing but equal to F by Q1, അല്ലെ? F by Q1. So F is nothing but equal to എപ്പോഴും QE. ഇതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചത്. ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ട് ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ ഫോഴ്സ് നമ്മുടെ റിലേഷൻ F equal to Q into E. കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്നാൽ 1/4πε0 Q by R square. ഫോഴ്സ് എന്നാൽ 1/4πε0 Q0 by R square. അപ്പോൾ അവരുടെ റിലേഷൻ F is equal to QE. F is equal to QE. ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചാർജ് ഇല്ലേ, പ്ലസ് QE എന്നുള്ള ചാർജ് ഉണ്ട്. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ആണ് E. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു F is equal to QE എന്നൊരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. ശരിയല്ലേ? പ്ലസ് QE. F is equal to plus QE എന്നൊരു ഫോഴ്സ്. ഈ ചാർജിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് ആണ് QE. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. F is nothing but equal to minus QE. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ നമുക്ക് രണ്ട് ഫോഴ്സ് കിട്ടി. അപ്പൊ ഒന്നുകൂടി പറയാം, നിങ്ങളുടെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇതേപോലത്തെ ഡൈപോൾ ഞാൻ വെച്ചു. ഇവിടെ പ്ലസ് ക്യൂ ഉണ്ട്, ഇവിടെ മൈനസ് ക്യൂ. പ്ലസ് ക്യൂ ആണ് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് F is equal to QE. അതേപോലെ മൈനസ് ആണ് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് F is equal to minus QE. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്നാണ്. Net force is nothing but equal to 0. Net force is nothing but equal to 0. കാരണം ഇയാളുടെ വാല്യൂ പ്ലസ് QE, ഇയാളുടെ വാല്യൂ മൈനസ് QE. അപ്പോ ഈ ഡൈപോൾ വെച്ചതാണ് നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. കറക്റ്റ്. പക്ഷേ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരേ ലൈനിലല്ല. ശരിയാണോ? ഇപ്പൊ ഇങ്ങനെയാണ് ഡൈപോൾ ഇരിക്കുന്നത്. ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ഉണ്ട്, ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് എന്ത് ചെയ്യും? ഇയാൾ ഇങ്ങോട്ട് തുടങ്ങും. ദാറ്റ് മീൻസ് ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇതിന്റെ അകത്ത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ശരിയാണോ? കാരണം ഇങ്ങനെയാണ് ചാർജ് ഇരിക്കുന്നത്. ഇനി ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്, ഒരു ഫോഴ്സ് ഇങ്ങോട്ട്, രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ഒരേ ലൈനിലല്ല. ഒരേ ലൈനിലാവുമ്പോഴാണ് നമ്മൾ സംഭവിക്കുക, നെറ്റ് ഫോഴ്സ് 0, ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവില്ല,
ശരിയല്ലേ? അപ്പൊ നമുക്ക് ആ ഡൈപോളിന് ആക്ട് ചെയ്ത ടോർക്കാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ഓൾറെഡി ടോർക്കിന്റെ ഫോർമുല ഏതാണ്? ടോർക്ക് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ശരിയല്ലേ? ടോർക്ക് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് നമുക്ക് കിട്ടി, രണ്ട് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഇയാളും QE ഇയാളും QE അല്ലേ? ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഏത് ഡിസ്റ്റൻസ് വേണ്ടത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ഇതാണ് പെർപെൻഡിക്കുലർ. ശരിയല്ലേ? അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് ഫോഴ്സ്, അപ്പൊ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ശരിയല്ലേ? ഇപ്പൊ ഇതാണ് ഫോഴ്സ്. ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ശരിയല്ലേ? അപ്പൊ ഈ ഡിസ്റ്റൻസ് നമുക്ക് കാണാം, ഈ x നമ്മുടെ ഡിസ്റ്റൻസ് നമുക്ക് കാണാം, ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ക്ലിയർ? സോ ടോർക്ക് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു F into x അല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് x. അപ്പൊ അത് കാണാൻ ഞാൻ ഈ ആംഗിളിനെ തീറ്റ എടുത്തു, ഈ ആംഗിളിനെ എടുത്തു തീറ്റ. ശരിയല്ലേ? അപ്പൊ തീറ്റ എന്ന് പറഞ്ഞത് ശരിക്കും എന്താണ്? തീറ്റ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഇലക്ട്രിക് ഫീൽഡ് ആണ്. ശരിയല്ലേ? ഇത് ഇലക്ട്രിക് ഫീൽഡ്. ഇതെന്താണ്? ഇവിടെ ഇങ്ങോട്ടേക്ക് ഡൈപോൾ മൊമെന്റ്. അപ്പൊ തീറ്റ എന്താണ്? തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ P and E. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റും അതേപോലെ തന്നെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇവിടെ ഇങ്ങോട്ടേക്ക്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക്. അപ്പൊ അവർക്കിടയിലെ ആംഗിൾ ആണത് തീറ്റ. അപ്പൊ തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ P and E. അപ്പൊ ഈ ചിത്രത്തിൽ നമുക്ക് സൈൻ തീറ്റ എന്താ എഴുതാം? സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? x ഡിവൈഡിങ് ബൈ ഹൈപ്പോട്ടനസ് സൈഡ് ആയിട്ട് 2a. ശരിയല്ലേ? നമുക്ക് ആരെ കണ്ടുപിടിക്കേണ്ടത്? x. അപ്പൊ എന്ത് കിട്ടും? x ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 2a sin theta. ക്ലിയർ? അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ടോർക്ക് tau ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഫോഴ്സിന്റെ വാല്യൂ, രണ്ട് ഫോഴ്സ് തുല്യമാണ്, രണ്ട് ഫോഴ്സും തുല്യമാണ്, ആ വാല്യൂ തുല്യമാണ് QE. സോ F is equal to QE into, ശരിയല്ലേ? ഫോഴ്സ് F is equal to QE into എന്ത് സംഭവിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് 2a sin theta. ശരിയല്ലേ? 2a sin theta. അത് നമ്മൾ ഓൾറെഡി പഠിച്ചത് Q into 2a. ആരാണ് Q into 2a? P ആണ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ്. ക്ലിയർ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോർക്ക് tau ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു Q into 2a P. അവസാനം കിട്ടും PE sin theta. അപ്പൊ ഇതാണ് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നുകൂടി ഞാൻ പറയാം. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അകത്ത് നിങ്ങളൊരു ഡൈപോൾ വെച്ചു. അപ്പൊ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് QE, ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് QE. അവർ ആക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ലൈനിലാണ്. അപ്പൊ അത് കാരണം ഇയാൾക്ക് ഒരു ടോർക്ക് കിട്ടും. ടോർക്ക് കിട്ടും, ഇയാൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ആ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടോർക്ക് is equal to force into perpendicular distance. So torque is equal to tau equal to force into perpendicular distance. കാരണം ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കാണ്. സോ ദിസ് ഇസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ x കണ്ടുപിടിക്കുക. അതിനുള്ള ആംഗിൾ എടുത്ത് തീറ്റ. തീറ്റ വാക്കടയിൽ ആംഗിൾ ആണ്. തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡൈപോൾ മൊമെന്റ്, ഇങ്ങോട്ടേക്ക് ഇലക്ട്രിക് ഫീൽഡ്. സോ തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. അതിന് ഞാൻ x കണ്ടുപിടിച്ചു 2a sin theta. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, tau is equal to PE sin theta. ക്ലിയർ? അപ്പൊ ഇതിൽ P എന്നാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, E എന്നാൽ ഇലക്ട്രിക് ഫീൽഡ്, തീറ്റ എന്നാൽ അവർക്കിടയിലുള്ള ആംഗിൾ, പിന്റെയും ഇന്റെ ഇടയിലുള്ള ആംഗിൾ. ഇത്രയും കണ്ടാൽ എന്ത് കണ്ടുപിടിക്കാൻ? ടോർക്ക്. ഇനി നമുക്ക് ടോർക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് അല്ലെ? കാരണം PE sin theta is always equal to P cross E. കാരണം P ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, E വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ടോർക്ക് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ tau is equal to PE sin theta. വെക്ടർ ഫോമിൽ ചോദിച്ചു കഴിഞ്ഞാൽ tau equal to P cross E is nothing but equal to PE sin theta. ക്ലിയർ? ഇനി ഞങ്ങളുടെ ഒന്ന് രണ്ട് സ്പെഷ്യൽ കേസസ് ഞാൻ പറയാം. ഇപ്പൊ ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഇയാൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? റൊട്ടേഷൻ മോഷൻ. there is no translation motion. കാരണം നെറ്റ് ഫോഴ്സ് എന്തായി? 0. അപ്പൊ ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല, ഓൺലി റൊട്ടേഷൻ മോഷൻ. കറക്റ്റ്? ആ ടോർക്കാണ് PE sin theta. ഇന്നിങ്ങനെ if theta equal to 90 degree,
പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഡൈപോൾ എന്ത് ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് വയ്ക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ആംഗിൾ 90 വരും. 90 വരുമ്പോൾ sin 90 ആൻസർ എത്രയാണ്? 1. sin 90 1. നമുക്ക് എന്ത് കിട്ടും? tau is nothing but equal to P into maximum torque കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പൊ അതിനർത്ഥം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അകത്ത് നിങ്ങളൊരു ഡൈപോൾ വെച്ചിട്ട് മാക്സിമം ടോർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വയ്ക്കും. അപ്പൊ നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടും. ടൗ ആക്സിസിന് എന്ത് കിട്ടും? P കിട്ടും. ക്ലിയർ? ഇനി അടുത്ത കണ്ടീഷൻ പറഞ്ഞ if theta equal to 0 degree or 180 degree. അതിനർത്ഥം 0 എന്നതാണ്. ഇപ്പൊ ഡൈപോൾ ഇതാണ് ഡൈപോൾ ഇല്ലേ? ഡൈപോൾ പോയിട്ട് ഇവിടെ നിന്ന് കൊണ്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചാൽ എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക്, ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ ഡൈപോൾ പോകുന്നത്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇത് ഡൈപോൾ. അപ്പൊ അവരുടെ ആംഗിൾ 0. അപ്പൊ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് പാരലൽ ആയിട്ട് വെച്ചു. ക്ലിയർ? ഇനി വേണമെങ്കിൽ ഡൈപോൾ ഇനി തിരിച്ചു വെക്കണം. പ്ലസ് മൈനസ് ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നിന്നോട്ടേക്ക്, ഡൈപോൾ അവിടെ നിന്നോട്ട് അവരുടെ ആംഗിൾ 180 ഡിഗ്രി. അതിനർത്ഥം ആന്റി പാരലൽ. അപ്പൊ അതിനർത്ഥം if theta is 0 or 180 degree, that means dipole placed parallel to electric field, അല്ലെങ്കിൽ dipole placed anti parallel to electric field. Electric field parallel ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ electric field anti parallel ആയിട്ട് വെക്കാം. ക്ലിയർ? അപ്പൊ ആ സമയത്ത് എന്താവും? sin 0 0, sin 180 0. അപ്പൊ രണ്ട് കേസിലും ടോർക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ക്ലിയർ? അപ്പൊ അതിനർത്ഥം നിങ്ങളുടെ ഡൈപോൾ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിട്ട് വെച്ചാൽ, ആന്റി പാരലൽ ആയിട്ട് വെച്ചാൽ ടോർക്ക് ഉണ്ടാവില്ല. ടോർക്ക് 0. പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചാൽ മാക്സിമം ടോർക്ക് P. ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ tau is equal to P sin theta. ക്ലിയർ? പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടോപ്പ് കണ്ടുപിടിച്ചു. അതിനുശേഷം ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അതിനർത്ഥം ഇപ്പൊ ഡൈപോൾ ഇരിക്കുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്താണ്? നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0. ശരിയല്ലേ? നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0. പക്ഷെ ടോർക്ക് നോട്ട് ഈക്വൽ ടു 0. പക്ഷെ ടോർക്ക് 0 വരാം. ഇപ്പോ 0യും 180 വന്നു കഴിഞ്ഞാൽ ടോക്കും 0. അത് ഒഴിച്ചുള്ള ബാക്കി കേസസിലൊക്കെ എന്തായാലും QE ക്യാൻസൽ ആവും. നെറ്റ് ഫോഴ്സ് 0, ടോക്ക് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഇയാൾക്ക് എന്തുണ്ടാവുന്നത്? ഓൺലി റൊട്ടേഷണൽ മോഷൻ. ഓൺലി റൊട്ടേഷണൽ മോഷൻ. ക്ലിയർ? ദാറ്റ് മീൻസ് ഈ ടോക്ക് അകത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇയാൾക്ക് ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവില്ല. നെറ്റ് ഫോഴ്സ് എന്താണ്? 0. ഫിസിക്കലി ഇങ്ങോട്ടേക്ക് QE, ഇങ്ങോട്ടേക്ക് QE. ഇനി നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നെറ്റ് ഫോഴ്സ് നോട്ട് ഈക്വൽ ടു 0. അതേപോലെ ടോർക്ക് നോട്ട് ഈക്വൽ ടു 0. കാരണം എന്താണ്? നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആവുമ്പോൾ ഇതിന്റെ വാല്യൂ E1 ആണെങ്കിൽ E2. കാരണം യൂണിഫോം ആയതുകൊണ്ടാണ് രണ്ടും E വന്നത്. നോൺ യൂണിഫോം ആകുമ്പോൾ ഇത് E1 ആണെങ്കിൽ E2 വരും. അപ്പോൾ ഫോഴ്സ് എന്താവില്ല? ക്യാൻസൽ ആവില്ല. നേരത്തെ QEയും -Q ക്യാൻസൽ ആയത് അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ടാണ്. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ ക്യാൻസൽ ആവില്ല. നെറ്റ് ഫോഴ്സ് നോട്ട് ഈക്വൽ ടു 0, പിന്നെ ടോക്കും നോട്ട് ഈക്വൽ ടു 0. സോ ഇയാൾക്ക് എന്തുണ്ടാവും? റൊട്ടേഷണൽ പ്ലസ് ട്രാൻസ്ലേഷണൽ മോഷൻ. റൊട്ടേഷണൽ പ്ലസ് ട്രാൻസ്ലേഷണൽ മോഷൻ. ക്ലിയർ? ഒന്നുകൂടി ഞാൻ പറയാം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആവുന്നതാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആവുമ്പോൾ ഇയാൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആവുമ്പോൾ ഇയാൾക്ക് ട്രാൻസ്ലേഷൻ കൂടി വരും. ഇയാൾ ഇങ്ങനെ സംഭവിക്കും. ദാറ്റ് മീൻസ് ഇയാൾ